വർഷങ്ങൾക്ക് മുമ്പ്, അധികം വർഷമായിട്ടില്ല, സ്കൂളിൽ ഒരു 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 ചടങ്ങിൽ ഒരു മുസ്ലിം പെൺകുട്ടി അവാർഡ് മേടിക്കാൻ വേണ്ടി 10ാം ക്ലാസ്സിൽ അവാർഡ് മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു പുരോഹിതൻ ആ കുട്ടിയെ അപമാനിച്ചിറക്കുന്നുണ്ട്. ആ പുരോഹിതനും ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഇതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചു. MT അബ്ദുള്ള മുസ്ലിയാർ അവാർഡ് വാങ്ങാൻ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കിവിട്ട അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ട് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നതാണ്. നമുക്കറിയാലോ, ഇപ്പോൾ നിസയുടെ പ്രസിഡന്റ് VP സുഹറ എന്നു മുതലാണ് തലയിൽ തട്ടമിടണ്ട എന്ന് തീരുമാനിച്ചത്. ഞാൻ എടുത്ത അഭിമുഖത്തിലായിരുന്നു അന്ന് ഒരു പുരോഹിതനല്ലല്ലോ, മുഷാവറ അംഗമാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നു, തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ്, കുടുംബത്തിൽ പിറന്നവരല്ല, എന്നാൽ പിന്നെ എനിക്ക് തട്ടം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാരി തലപ്പ് ഇപ്പോൾ തലയിൽ തട്ടമിടാനാണോ നടക്കുന്നത്. അവരൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ പ്രായത്തിൽ അവർ എത്ര കാലമായി അത് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്, എല്ലാവരുമായും ചർച്ച നടത്തി വേണം നടപ്പാക്കാൻ, വർഗീയമായി അപ്പുറത്ത് മുതലെടുക്കുന്നവർക്ക് ആയുധം കൊടുക്കരുത്. ഒരു ഭാഗത്ത് ശരിയാണെന്ന് തോന്നാം. കാരണം അപ്പുറത്തുനിന്ന് വലിയ രീതിയിൽ ഒരു വലിയ പിന്തുണയുമായിട്ട് വരികയും ഇവിടെ ഫത്വ പുറപ്പെടുവിക്കേണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് വലിയ പ്രതികരണങ്ങൾ BJP നിന്നൊക്കെ വരുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ ഇതിൽ ആരോടാണ് ചർച്ച നടത്തേണ്ടെന്നേ? ഇവിടെ രക്ഷിതാക്കൾക്ക് പ്രശ്നമുണ്ടോ? PTAയിൽ നിന്ന് പ്രശ്നങ്ങൾ വന്നോ? സ്കൂളുകളിൽ നിന്ന് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന പുരോഹിതരുമായി ചർച്ച ചെയ്തിട്ടാണോ സ്കൂളുകളുടെ കരിക്കുലം തീരുമാനിക്കേണ്ടത്? ഇപ്പോൾ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ടും ഒരു വിഷയം അവിടെ നിൽക്കുന്നത്. ഹൈക്കോടതി ഉത്തരവാണ്, നടപ്പാക്കേണ്ടി വരും.